അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ സത്യത്തിൽ എന്നതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ. പക്ഷേ എന്തുകൊണ്ടോ ഭയങ്കരമായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല നിങ്ങളെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. മേ ബി ചില റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ്, നിങ്ങൾ ചിലപ്പോൾ സെയിം റിലീജിയൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പാണ് എനിക്ക് കാണുന്നത്. ആഗ്രഹമുണ്ട് ഈ ഒരു പേഴ്സണ്, പക്ഷേ മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ട് പലരും. നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം അത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. നിങ്ങൾ തമ്മിലായിക്കോട്ടെ, ചുറ്റിലും മേ ബി ഫാമിലി ഭാഗത്തു നിന്നായിക്കോട്ടെ, ഒരുപാട് ഇഷ്യൂസുകൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് മേ ബി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മാരീഡ് ആയിട്ടുള്ളവർക്കായിരിക്കാം അവർക്ക് ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ തുടർന്ന് പോകാനായിട്ട്, ഒരു ഫ്യൂച്ചറിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഫ്യൂച്ചർ മീൻസ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഉണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, സൊസൈറ്റിയിൽ ഭാഗമായിട്ട് ഒന്നും ഈ ഒരു റീഡിങ് കാണുന്ന പലർക്കും നല്ലൊരു രീതിയിൽ ഒരു എന്താ പറയുക, ഒന്നും നല്ല രീതിയിൽ പോകുന്ന ടൈപ്പ് ഓഫ് ബന്ധമായിരിക്കില്ല എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെയോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഫ്റ്റർ മാരേജ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തണോ വേണ്ടോ എന്നുള്ളൊരു ചിന്താഗതിയിലുള്ളവരും ഉണ്ട്. എന്നാൽ നിങ്ങളെ വിട്ടുപോകാനും, അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു തോട്ട്സ് വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള ഭയങ്കര പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഒക്കെ റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടർ വളരെ ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരാളുടെ ഇതിൽ ഫിനാൻഷ്യലി നല്ല വെൽത്ത് ആയിട്ടുള്ള സെറ്റപ്പ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കണം, ഒരാൾ കുറച്ച് താഴെയുള്ളൊരു ഫാമിലിയിലായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഒരു ബ്ലോക്കേജ് ആയിട്ട്, പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കാത്ത, അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതുന്ന ഒരു സിറ്റുവേഷനാണ് രണ്ടുപേരുടെയും ലൈഫിൽ ഉള്ളത്. അങ്ങനെയാണ് പല കാര്യങ്ങളും. ഇപ്പോൾ പ്രോബ്ലംസിൻ്റെ പല സത്യാവസ്ഥകളും മേ ബി മുഴുവനായിട്ടും തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല നിങ്ങളെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ. അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരും ചില ടൈമിലൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, പല പ്രോബ്ലംസും നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു ഫ്യൂച്ചറിലേക്ക് എങ്ങനെ പോയാൽ ശരിയാകൂ എന്നൊക്കെയുള്ളൊരു ചിന്തകളും ഇവിടെ വരാനുണ്ട്. പിന്നെ എല്ലാവരുടെ കാര്യത്തിലും എനിക്ക് ഇവിടെ ഒരു ഡബിൾ എനർജി കാണുന്നുണ്ട്. നല്ല രീതിയിലേക്ക് ഒന്നും നടക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബാഡ് എനർജീസ് ആയിരിക്കാം നിങ്ങൾക്ക് ചുറ്റിലും ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാർഡിലും വരണമെന്നില്ല, പക്ഷേ കാർഡ് ഇവിടെ വരുമ്പോൾ അത് പറയേണ്ടിയും വരും. കാരണം ഇവിടെ ഡബിൾ കാർഡാണ് വരുന്നത്. 2 ലവേഴ്സ് ഇവിടെ നിൽക്കുന്നു. ആ 2 ലവേഴ്സിനെ ചങ്ങലക്കിട്ടിട്ടുള്ള പോലത്തെ സിറ്റുവേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കണം നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരാൽ കൺട്രോൾ പെട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ എന്തോ ഒരു കൺട്രോളിങ്, മേ ബി ഫാമിലി ഇഷ്യൂസ് നിറയെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം. എന്തൊക്കെയോ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റിലും നിന്ന് കളിക്കുന്നത്. കാരണം നല്ല രീതിയിലേക്ക് പോകുമ്പോൾ എഗെയിൻ അവിടെ പ്രശ്നങ്ങൾ വരിക, ഒരു കാരണവും ഇല്ലാതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു രീതിക്കൊക്കെ ആയിരിക്കും. ഒട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഇന്ന് ഈ ഒരു നിമിഷം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എനർജീസിലാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾ തമ്മിൽ ഈ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട്സ്, ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു റിപ്പീറ്റേഷൻ മോഡലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അത് ഓണിൽ വരുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല സ്നേഹം, പിന്നെ അഗെയിൻ ഒരു എന്താ പറയുക, ഒട്ടും വിചാരിക്കാത്ത കാര്യത്തിൽ പോലും നിങ്ങൾക്ക് വീണ്ടും അഗെയിൻ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂ, അല്ലെങ്കിൽ വെറുതെ പറയുന്ന ഒരു തല്ലുപിടുത്തം, ഒരാവശ്യം ഉണ്ടാവില്ല. പുറമേ നോക്കുമ്പോൾ ഒരാവശ്യമില്ലാത്തൊരു തല്ലുപിടുത്തമായിരിക്കാം രണ്ടുപേർക്കും.
അവിടെ ഉണ്ടാവുന്നത്. അതൊക്കെ ഈ പറയുന്ന ഒരു നെഗറ്റീവ് എനർജി, അങ്ങനത്തെ ഒരു എനർജി ഉണ്ടെങ്കിൽ കൂടുതലും അങ്ങനെയൊക്കെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അല്ലെങ്കിൽ മേ ബി ഇത് ഒന്ന് എൻഡായി പോകാനൊക്കെ ചാൻസ് അവിടെ കാണുന്നുണ്ട്. കാരണം ദ ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ, ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അതെപ്പോഴും അത് മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ്. നല്ല കാര്യത്തെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ കുറച്ചൊന്നൊരു പ്രൊട്ടക്ഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ പ്രെയറൊക്കെ നടത്തുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത് ഇവിടെ. ഒരു നിങ്ങൾക്ക് തമ്മിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവിടെ ഫ്യൂച്ചറിലേക്ക് എത്താൻ സാധിക്കാത്ത ആ ഒരു പേഴ്സണും ആഗ്രഹമുണ്ട് നല്ലൊരു ലൈഫിൽ, ഇത്രയും കാലത്തെ പ്രശ്നങ്ങളൊക്കെ പോട്ടെ, ഇത്രയും കാലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പോട്ടെ, ഇനിയെങ്കിലും നല്ല രീതിക്ക് പോകാം എന്നുള്ളൊരു തോട്ട്സ് ആളുടെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അഗെയിൻ അവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുക, തല്ലുപിടുത്തം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഭയങ്കര ഒരു സമാധാനക്കേടായിരിക്കില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ വരുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് നിങ്ങളുടെ ആ ഒരു പേഴ്സണിൽ നിന്നും, ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഇവിടെ മറയ്ക്കുന്നുണ്ട്. എന്തൊക്കെയോ നിങ്ങൾക്ക് മുമ്പിൽ പ്രശ്നങ്ങളിൽ പലതും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇനിയും പല പ്രശ്നങ്ങൾ, നിങ്ങളറിയാത്ത പ്രശ്നങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. അത് ആ പേഴ്സൺ അറിയുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ചില സമയത്ത് ആൾ ചിന്തിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പോട്ടെ, ഒരു ന്യൂ ബിഗിനിങ്, നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടിങ് നിങ്ങളെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് പോയാലോ. കാരണം സൊസൈറ്റി ആയിട്ട്, ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടായിരിക്കാം. നിങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടിലുമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടാവും, ഫാമിലി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എന്താ പറയുക, ഇവരിൽ നിന്നൊക്കെ വിട്ടുമാറി വേറൊരു ആരുമില്ലാത്തൊരു സ്ഥലത്ത്, ആരുമില്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരായിട്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കൊണ്ടുപോയി ജീവിക്കാം. ഒരുപാട് മുറിവുകൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അത് മേ ബി കൂടുതലും ഈ വേറെ പലരുടെ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റോ ബാക്കി പലരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി കൂടുതൽ വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമുള്ളത് കൊണ്ട് ഈ ഒരു വേദനകളിൽ നിന്നെല്ലാം രണ്ടുപേരും ഒറ്റയ്ക്കുള്ളൊരു ജീവിതം, സമാധാനപരമായിട്ടുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില ടൈമിലും നിങ്ങളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോയാലോ ജീവിക്കാനായിട്ട് എന്നിവരൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പക്ഷേ അതിലും കഴിയാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു ഫ്രഷ് ബിഗിനിങ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഭഗവാനെ അല്ലെങ്കിൽ ഡിവൈൻ യൂണിവേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ഞാൻ സത്യസന്ധമായിട്ട് സ്നേഹിച്ച് നിന്നിട്ടല്ലേ ഉള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല രീതിയിലും പ്രാർത്ഥിക്കുന്നതായിട്ട്, വളരെ എന്താ പറയുക, വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ പതുക്കെയാണ് ആ ഒരു പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുന്നതും എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള തോട്ട്സിലൊക്കെ ഇരിക്കുന്നതായിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ആ ഒരു പേഴ്സൺ ആണെങ്കിലും പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബാക്കി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഫിസിക്കലി അവിടെ പ്രസൻസ് ഉണ്ടെങ്കിലും മെൻ്റലി അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. മാനസികമായിട്ട് നിങ്ങൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുറമേ ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ. വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്.